ഹലോ, ഞാൻ നിങ്ങളടുത്ത് നട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു അല്ലേ? ഇതാ ഞാനപ്പോ ഇതുപോലെ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇതുപോലെ സോക്ക് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഞാൻ രാവിലെ കഴിക്കാൻ മറന്നുപോയായിരുന്നു. അപ്പൊ ഇത് ഞാന് ബദാം ഒരു 4 എണ്ണവും, അതുപോലെ തന്നെ വെളുത്ത മുന്തിരിയും കറുത്ത മുന്തിരിയും ഒരു 4 എണ്ണം, വാൾനട്ട് 2 എണ്ണം, പിന്നെ പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും ചെറിയൊരു സ്പൂണ്. ഈ സ്പൂണല്ല, ഇതിനെക്കാട്ടും ചെറിയ സ്പൂണിന്റെ ഒരളവിലാണ് ഞാൻ രണ്ടും എടുത്തത് കേട്ടോ. രാത്രി തന്നെ സോക്ക് ചെയ്തിട്ട് രാവിലെയാണ് കഴിക്കുക. ഞാൻ മറന്നുപോയി. അപ്പൊ ഇത് കഴിക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ വയറ് ക്ലീൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വയറ് ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് കറക്റ്റ് അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അത് എപ്പോഴും ക്ലീൻ ചെയ്യണം നല്ല ഉദ്ദേശിച്ചത്. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഡോക്ടർ എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്ത കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 6 മാസത്തിൽ ഒരിക്കൽ വയറ് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് നല്ല കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ഹെൽത്തി ഫുഡല്ല, എപ്പോഴെങ്കിലുമൊക്കെ അൺഹെൽത്തി ഫുഡൊക്കെ, ചിലപ്പോൾ എപ്പോഴും അൺഹെൽത്തി ഫുഡൊക്കെ കഴിക്കുന്നവരായിരിക്കും നമ്മൾ. അത് കാരണമായിരിക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് വരുന്നത്. സോ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എക്സസൈസിനെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു, അതെന്തായാലും ഉടനെ ഞാൻ കാണിച്ചു തരും. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ ഇതിന്റെ അളവ് പറയാൻ മറന്നു വരുമായിരുന്നു. ഓരോരുത്തരും ഓരോ അളവായിരിക്കും പറയാ. എനിക്ക് യൂസ്ഫുൾ ആയിട്ടും എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഈ ഒരു അളവിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പൊടിച്ചിട്ട് നമ്മൾ തൈരിൽ മിക്സ് ആക്കിയിട്ട് അല്ലെങ്കിൽ മോരിൽ മിക്സ് ആക്കിയിട്ടൊക്കെ കഴിക്കാം. പക്ഷെ ഇതാണെങ്കിൽ കുറച്ചുകൂടെ ഡൈജസ്റ്റ് ആവാൻ എളുപ്പമായിരിക്കും. സോ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കുക. അല്ലാതെ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ പൊടിച്ചിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ ഉറങ്ങുന്നതിന് ഒരു 4-5 മണിക്കൂർ മുമ്പ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഡൈജഷൻ കറക്റ്റ് ആയിട്ട് നടക്കുള്ളൂ. ഓക്കെ, സോ അടുത്ത ടിപ്പുമായിട്ട് ഞാൻ നാളെ. ബൈ.